Good morning. Good morning. Okay, നമ്മുടെ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നേ. ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് ആയിട്ടുണ്ട് അല്ലെ? എവിടെ വരെ എടുത്തു നിർത്തിയത്? അപ്പൊ അതിനെ പറഞ്ഞിരുന്നു ആ പോയിന്റ് 12 പോയിന്റ് പറഞ്ഞു. 12 പോയിന്റ് പറഞ്ഞു. ഓക്കെ ഓക്കെ 12 എണ്ണം പറഞ്ഞു അല്ലെ? അവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ചെറിയൊരു ഭാഗം കൂടെ ഉള്ളൂ. ഓക്കെ അപ്പൊ 13th നോക്കിയേ. ഇൻ ദ മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ 13th ഇൻ ദ മെഡിക്കോ ലീഗൽ കേസ് a death injury sheet must be prepared where all details about the case may be mentioned. എന്താ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് ചിലർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെ? അതുമായി ബന്ധപ്പെട്ടപ്പോ മരണപ്പെട്ടവരുടെ ഇതുപോലെയുള്ള ഡെത്ത് ഇഞ്ചുറി ഷീറ്റുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇങ്ങനെയുള്ള പരിക്കുകൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെത്ത് ഇഞ്ചുറി ഷീറ്റുകളും ഇതോടൊപ്പം തന്നെ പ്രിപ്പയർ ആക്കണം അല്ലെങ്കിൽ തയ്യാറാക്കണം. അതിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പ്രത്യേകം പരാമർശിച്ചും ഇരിക്കണം. ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി മരണപ്പെട്ടാലും ഇതുപോലെയുള്ള ഡെത്ത് ഇഞ്ചുറി ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയും ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുകയും വേണം. 14ാമത്തേൽ പറയുന്നത് if a medical legal case is referred to the specialty doctor and he wants to admit the case or send the case to court, he must inform the CMO concerned about the same after examination so that such an entry may be made in the medical legal injury sheet. അതായത് ഒരു മെഡിക്കൽ ലീഗൽ കേസ് വന്നു, ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നപ്പോ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറിന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഡോക്ടർ എന്ത് ചെയ്തു, അവരെ പരിശോധിച്ചു അല്ലെ? എക്സാമിനേഷൻസ് നടത്തി പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എന്ത് ചെയ്തു, അവർക്ക് ആവശ്യമാണ്, ചിലപ്പോൾ അവർ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു കേസ് അഡ്മിറ്റ് ആവേണ്ട കേസാണ് എന്ന് ചിലപ്പോ റിക്വസ്റ്റ് ചെയ്യാം അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ സെൻഡ് ദ കേസ് ടു ഹോം, അവർ ചിലപ്പോ എന്ത് ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, ഇത് അവരെ വീട്ടിലേക്ക് വിടാം അല്ലെ? അത് ആ സ്പെഷ്യാലിറ്റി ഡോക്ടറാണ് അത് തീരുമാനിക്കുന്നത്. ഇനി അങ്ങനെ ആ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഈ പറയുന്ന കേസിനെ അവിടെ അഡ്മിറ്റ് ആക്കണമെങ്കിലും അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെങ്കിലും he must inform the CMO. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെയിം കേസ് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആ CMOയോട് ഇത് ഇൻഫോം ചെയ്യണം. അവർ അഡ്മിറ്റ് ആക്കുകയാണെങ്കിലും ഇൻഫോം ചെയ്യണം, അതുപോലെ തന്നെ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണം. എന്തിനു വേണ്ടിയാ? സോ ദാറ്റ് സച്ച് ആൻ എൻട്രി may be in the medical legal injury sheet. ആ ഒരു മെഡിക്കൽ ലീഗൽ ഇഞ്ചുറി ഷീറ്റില് അവർക്ക് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരെ അഡ്മിറ്റ് ആക്കി ഫർദർ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടും പരിശോധനകൾക്ക് വേണ്ടിയിട്ടും അവർ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അതിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് CMO ബന്ധപ്പെട്ട CMOയോട് എന്ത് ചെയ്യണം. ഇപ്പൊ ഞാൻ ആ ഒരു മെഡിക്കൽ ലീഗ് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും മെൻഷൻ ചെയ്യുക. അവരെ ഇങ്ങനെയുള്ള കേസുകളിൽ പരിശോധന നടത്തിയപ്പോൾ സ്പെഷ്യാലിറ്റി ഡോക്ടർ പരിശോധന നടത്തിയിരിക്കുന്നു, അതിൽ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അവരെ വീട്ടിലേക്ക് എന്ത് ചെയ്തു, പറഞ്ഞു വിട്ടു എന്നായിരിക്കും ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഫർദർ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണമെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കണം. അങ്ങനെ അഡ്മിറ്റ് ആക്കുന്നുണ്ടെങ്കിലും അതല്ല വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിലും അവരുടെ ആ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ആ സ്പെഷ്യാലിറ്റി ഡോക്ടർ ആർക്ക് അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം എന്നാ പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള CMOയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അത് അവരുടെ മെഡിക്കൽ ലീഗൽ ഇഞ്ചുറി ഷീറ്റിൽ പ്രത്യേകമായിട്ട് എൻട്രി ചെയ്ത് രേഖപ്പെടുത്തി വയ്ക്കുകയും വേണം. ക്ലിയർ ആണോ? 13ഉം 14ഉം പറഞ്ഞത് ഓക്കെ ആണോ? ഇത് രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ 15ാമത്തേത്
all victims of alleged rape and criminal abortion should be shown to lady doctor for examination and preparation of medico-legal injury sheet and other formalities. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ അലിഗേറ്റഡ് റേപ്പ്, നമ്മുടെ ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീകള്, അതുപോലെ ക്രിമിനൽ അബോർഷൻ അല്ലെ, ക്രിമിനൽ കേസുകളിൽ ചിത്രത്തിന് വിധേയരായിട്ടുള്ളവര്, അബോർഷൻ സംഭവിച്ചവര്, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ മെഡിക്കോ ലീഗൽ കേസിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അങ്ങനെ കേസ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ഷുഡ് ബി ഷോൺ ടു, ആരെയാണ് അത് കാണിക്കേണ്ടത്? ഒരു ലേഡി ഡോക്ടറെയാണ് അതിന്റെ പരിശോധനയ്ക്കും അതുപോലെ മെഡിക്കോ ലീഗൽ ഇഞ്ചുറി ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യാനും മറ്റു ഫോർമാലിറ്റീസ് ചെയ്യാനുമായിട്ട് അവരെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു വനിതാ ഡോക്ടറെയാണ് കാണിക്കേണ്ടത്. ഓൾ വിക്ടിംസ് ഓഫ് അലിഗേറ്റഡ് റേപ്പ്, നമ്മുടെ ബലാത്സംഗത്തിനോ അല്ലെങ്കിൽ ക്രിമിനൽ ഗർഭചിത്രത്തിനോ ഒക്കെ ഇരയായിട്ടുള്ള സ്ത്രീകളെ അവരെന്ത് ചെയ്യണം? വനിതാ ഡോക്ടറെ കാണിച്ചുകൊണ്ടാണ് അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, ആ ഒരു ഇങ്ങനെയുള്ള കേസുകളെ ഏത് ഡോക്ടറിനെയാണ് കാണിക്കുക? ലേഡി ഡോക്ടേഴ്സിനെയാണ് കേട്ടോ, വനിതാ ഡോക്ടർമാരെയാണ് കാണിക്കുക. അവരാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നതും അവരുമായി ബന്ധപ്പെട്ട മെഡിക്കോ ലീഗൽ ഇഞ്ചുറി ഷീറ്റുകളും അതുമായി ബന്ധപ്പെട്ട മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ആ ഒരു ലേഡി ഡോക്ടറെ പരിശോധന കഴിഞ്ഞതിന് ശേഷമായിരിക്കും. Okay, then 16ാമത്, consent for medical examination should be taken unless he or she is arrested on charge of committing an offense and produced before CMO medical examination. In the consent for medical examination should be taken unless he or she is arrested on charge of committing an offense and produced before CMO medical examination. നമുക്കറിയാം, ഒരു എക്സാമിനേഷൻസോ കാര്യങ്ങളോ മെഡിക്കൽ എക്സാമിനേഷനോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അപ്പൊ അവരൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഒരു ഒഫൻസ്, എന്തെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻസിനൊക്കെ വിധേയമാക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അല്ലാത്ത കേസുകൾ, ഇപ്പൊ ഒരു മെഡിക്കോ ലീഗലിന് വരുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താണ് അവിടെ കൺസേൺ അധികം ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം നമുക്ക് നിർബന്ധം പോവാം, ഓരോ പോലീസ് മേധാവികളുടെയൊക്കെ അംഗീകാരത്തിനനുസരിച്ച് അവരുടെ റിക്വസ്റ്റ് പ്രകാരം ശരിക്കും കൺസേൺ ഇല്ലാതെയും നമുക്ക് ഈ ഒരു മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻസ് നടത്താം. അതേസമയം ഇതുപോലെ എന്തെങ്കിലും ഒരു ഒഫൻസ് അവർ ചെയ്തു, ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നൊരു സംശയം തോന്നുന്ന സാഹചര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ CMOയുടെ മുന്നിൽ മെഡിക്കൽ എക്സാമിനേഷൻ അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരിൽ നിന്ന് മെഡിക്കൽ എക്സാമിനേഷന്റെ കൺസേൺ ആവശ്യമാണെങ്കിൽ വാങ്ങേണ്ടതും ഉണ്ട്. Then അടുത്തത്, ഇഫ് എ പേഴ്സൺ ഈസ് ബിലോ 18 years of age, 18 വയസ്സിന് താഴെയാണ് ഈ പറയുന്ന കേസുകളുടെ വരുന്ന പേഷ്യൻസിന്റെ പ്രായം എന്ന് വിചാരിക്കാം. The concern of the guardian is to be taken for private part examinations. ഇപ്പൊ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളുടെ പരിശോധനകൾ നടത്തണമെങ്കിൽ അത് അവരുടെ ഗാർഡിയന്റെ കൺസേൺ വേണം. അതേസമയം അല്ലാത്ത കേസുകളിലാണെങ്കിൽ ആ പേഷ്യന്റിന് തന്നെ കൺസേൺ മതി. 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവരുടെ ഗാർഡിയന്റെ കൺസേണോട് കൂടിയായിരിക്കണം പ്രൈവറ്റ് പാർട്ട് എക്സാമിനേഷൻസ്, സ്വകാര്യ ഭാഗങ്ങളുടെ പരിശോധനകൾ നടത്താനായിട്ട്. അല്ലാത്ത പക്ഷം നമുക്ക് മെഡിക്കോ ലീഗലില് കുറെ കാര്യങ്ങൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അധികം കൺസേണോ കാര്യങ്ങളോ നമ്മൾ ചോദിക്കുന്നില്ല. കാരണം അവരുടെ നിർബന്ധപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ കൺസേൺ ഇല്ലാതെയും നമുക്ക് പരിശോധന നടത്തും. കാരണം ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആളുകള് അവരുടെ കുറ്റകൃത്യങ്ങൾ തെളിയണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അവിടെ എന്ത് ചോദിക്കാറില്ല? അവരുടെ കൺസേൺ ചോദിക്കാറില്ല. അത് അവരുടെ ബന്ധപ്പെട്ട കോർട്ട് ഓർഡറുകളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയോ മേലുദ്യോഗസ്ഥരുടെയോ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം അതവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള പ്രൈവറ്റ് പാർട്ട് എക്സാമിനേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കൺസേൺ ഒന്നില്ലെങ്കിൽ അവരുടെ പേഷ്യന്റിൽ നിന്നായിരിക്കും, 18 വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ ഗാർഡിയനിൽ നിന്നായിരിക്കും അതിന്റെ കൺസേൺ ആകും. ഇതൊക്കെ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസേൺ നോട്ട് റിക്വയർഡ്, കൺസേൺ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആ സമ്മതം ആവശ്യമില്ലാത്ത കുറെ കേസുകളുണ്ട് അല്ലെ. അതിൽ ഒന്നാമത്തതാണ് മെഡിക്കൽ എമർജൻസി. ഇതൊക്കെ നമ്മൾ കുറച്ച് മുൻപേ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. മെഡിക്കൽ എമർജൻസി ഒരു പ്രത്യേകമായിട്ട് ഒരു പെട്ടെന്നൊരു എമർജൻസി കേസ് വരുമ്പോൾ അവരോട് ഈ പറയുന്ന എക്സാമിനേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് കൺസേൺ വാങ്ങാൻ പറ്റുമോ?
ഇല്ല. ഉടനെ അവർക്ക് പരിശോധനകൾ നടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കാം, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലെ. അതേസമയം അങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന കേസുകളിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാൻ പറ്റില്ല, കൺസേൺ ആവശ്യമായിട്ട് വരുന്നില്ല. രണ്ടാമത്തത് നോട്ടിഫയബിൾ ഡിസീസസ്. എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഒരു വ്യക്തിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി. ഇപ്പൊ കോവിഡിന്റെ കേസ് തന്നെ എടുക്കാം. കോവിഡ് വന്നു ഒരു വ്യക്തി, അതായത് ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിലായിരിക്കും ഇത് കണ്ടുപിടിച്ചിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോ ആ ഒരു വ്യക്തിക്ക് ഇതുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണ്ടേ. അത് അവരുടെ സമ്മതം നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? കാരണം ഇതൊരു പകർച്ചവ്യാധിയാണ്. അത് മറ്റുള്ളവർക്ക് ഇനി പകരാതിരിക്കണമെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം. അപ്പൊ അത് അങ്ങനെ ഒരു കേസ് വരുമ്പോഴോ അവിടെ ഒരു കൺസേൺ അല്ലെങ്കിൽ സമ്മതം ആവശ്യമായി വരുന്നില്ല. ഈ ഇൻഫർമേഷൻസ് നമുക്ക് ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഇമിഗ്രൻസ് എന്താണ്, ഇവിടേക്ക് കുടിയേറ്റം ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവരെല്ലാം അവരുടെ സമ്മതം ഇല്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, പരിശോധന നടത്തിയല്ലേ വിടാറ് അല്ലെ. അങ്ങനത്തെ ഒരു കേസിൽ അവർ പരിശോധിക്കണ്ട എന്ന് പറഞ്ഞാലും പരിശോധിക്കാതിരിക്കോ? ഇല്ല അല്ലെ. വരുന്ന ആളുകളൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസീസോ കാര്യങ്ങളോ ഉണ്ടെന്ന് സംശയം തോന്നാണ്, അല്ലെങ്കിൽ അവിടുന്ന് വരുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് എത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സമ്മതമില്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അടുത്തത് ന്യൂ അഡ്മിഷൻ ടു പ്രിസൺ. പ്രിസണിലേക്ക് എന്താണ്, ജയിലിലേക്ക് ഒരു പുതിയ പ്രവേശനം. ഒരു വ്യക്തി ജയിലിലേക്ക് പുതിയതായിട്ട് അവരെ കൊണ്ടുപോവാണെങ്കിൽ ആ ജയിലിൽ ചെന്നതിന് ശേഷം അവർക്ക് ഇന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നേക്കാം അല്ലെ. ആ ജയിലിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്യും. അങ്ങനെ എക്സാമിനേഷൻസ് പരിശോധനകൾ നടത്തി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കി പരിശോധന നടത്തിയിട്ടാണ് അവർ അതിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പൊ അത് അതിന് മുൻപ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ആ ഒരു പ്രൊസീജിയർ എന്താണ് ആ ഒരു വ്യക്തി വേണ്ട എന്ന് പറഞ്ഞാലും ചെയ്യില്ലേ, ചെയ്യും അല്ലെ. അതൊരു കൺസേൺ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ കൺസേൺ ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ക്വാർട്ടേഴ്സ് ഫോർ എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഇവർക്ക് പരിശോധനകൾ നടത്താനും ട്രീറ്റ്മെന്റുകൾ നടത്താനൊക്കെ കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഉത്തരവിൽ ഇന്നൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്നൊരു പരിശോധന ഇവർക്ക് നൽകണം അല്ലെങ്കിൽ നടത്തണം എന്ന് ആ ഒരു കോടതിയുടെ ഉത്തരവിൽ ഓൾറെഡി പരാമർശിച്ച് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ആ ഒരു വ്യക്തിയുടെ കൺസേൺ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു എക്സാമിനേഷൻസ് അവർക്ക് നടത്താം, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാം. അത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ ട്രീറ്റ്മെന്റ് തന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ പരിശോധന നടത്തിക്കോട്ടെ എന്ന രീതിയിൽ അവരോട് ഒരു സമ്മതമോ കാര്യങ്ങളോ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല, കോർട്ട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ. Then under section 53(1) of CRPC, a person can be examined on request of the police by use of force. ഇനി ഇവിടെ അണ്ടർ സെക്ഷൻ 53 ഓഫ് CRPC എന്ന് പറഞ്ഞാല് നമ്മുടെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൽ വരുന്നതാണ്. അതായത് ഇപ്പൊ ചില ഇപ്പൊ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പേഴ്സണലിന് ഒരു അംഗീകാരം കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ റാങ്കിന് താഴെയല്ലാത്ത ഏതൊരു പോലീസ് മേധാവിയുടെയും റിക്വസ്റ്റ് പ്രകാരം ഒരു പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു തെറ്റ് ഇപ്പൊ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തിയെ പരിശോധന നടത്താൻ വേണ്ടി സബ് ഇൻസ്പെക്ടർ അവര് മുകളിലുള്ള റാങ്കിലുള്ള ആളുകള് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് ഇവരെ പരിശോധന നടത്താം. അവിടെ ഈ പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഒഫൻസ് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സമ്മതം ആവശ്യമില്ല. അതെന്താന്ന് വെച്ചാല് അവര് വിചാരിക്കാൻ ഈ പറയുന്ന വ്യക്തിയെ മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തിയാൽ നമുക്ക് ഈ കേസിനുള്ള തെളിവ് കിട്ടും എന്ന് ആ വ്യക്തികൾക്ക്, അതായത് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വിശ്വാസമുണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു സെക്ഷൻ പ്രകാരം അവരുടെ അഭ്യർത്ഥന പ്രകാരം അവർക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ആരാണോ എന്നാണോ തോന്നുന്നത് അവരെ കൊണ്ട് ഇവർ എന്ത് ചെയ്യാം, മെഡിക്കൽ എക്സാമിനേഷൻസ് ചെയ്യിക്കാം. അതാണ് ഈ അണ്ടർ സെക്ഷൻ 53 ഓഫ് CRPC പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ CRPC പറയുന്ന ഇത്രേ ഉള്ളൂ. അതായത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള കേസുകളിൽ ഒരു വ്യക്തിയെ നമ്മൾ ചിലപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ ആ വ്യക്തിക്ക് നമുക്ക് ഈ ഒരു കേസിന് ഒരു എവിഡൻസ് കിട്ടണമെങ്കിൽ, ഒരു തെളിവ് കിട്ടണമെങ്കിൽ ഈ ഒരു വ്യക്തിയെ പരിശോധിച്ചാൽ മാത്രമേ ആ തെളിവ് കിട്ടുകയുള്ളൂ എന്നൊരു വിശ്വാസം ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഏത് റാങ്കിലുള്ളവരായിരിക്കണം? സബ് ഇൻസ്പെക്ടർ താഴെ ആയിരിക്കുന്നത്, അതിന് മുകളിലോട്ടുള്ളതാണ്. സബ് ഇൻസ്പെക്ടറോ അതിന് മുകളിലോട്ടുള്ള റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇവര് പരിശോധിച്ചാൽ നമുക്ക് ഈ കേസിനുള്ള തെളിവ് കിട്ടും എന്നങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന പരിശോധനകൾ നടത്താം. അപ്പൊ അതിന് ആ ഒരു വ്യക്തിയുടെ അംഗീകാരമോ അനുവാദമോ സമ്മതമോ ആവശ്യമായി വരുന്നില്ല. ബലപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് ആ ഒരു എന്താണ് പോലീസിന്റെ റിക്വസ്റ്റ് പ്രകാരം, അവരുടെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം ഈ ഒരു പരിശോധന നടത്താവുന്നത്. ക്ലിയർ ആണോ? അണ്ടർ സെക്ഷൻ 53 ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് members of armed forces on request of competent authority in writing. എന്താ? അതായത് യോഗ്യതയുള്ള, അതായത് നമ്മുടെ മെമ്പേഴ്സ്, ഈ ഒരു ആർമഡ് ഫോഴ്സിലുള്ള മെമ്പേഴ്സ് അവർ റിക്വസ്റ്റ് ഓഫ് കോമ്പീറ്റന്റ് അതോറിറ്റി ഇൻ റൈറ്റിംഗ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കോടതി നമ്മുടെ പറഞ്ഞല്ലോ, ഇപ്പൊ മെമ്പേഴ്സ്, ഇപ്പൊ ആർമഡ് ഫോഴ്സ് നമ്മുടെ പട്ടാളം പോലെയുള്ളവരില് അവിടുത്തെ മെമ്പേഴ്സിനെ ചിലപ്പോ അവർക്ക് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വേണമെങ്കിലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ തെറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ട്? പണിഷ്മെന്റ് പോലെ കൊടുക്കാറുണ്ട് അല്ലെ? ചിലപ്പോൾ അവരുടെ സ്ഥാനം കയറ്റം പോലെ തന്നെ സ്ഥാനമിറക്കം നടത്താറുണ്ട് ഇല്ലേ? അതുപോലെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോ യോഗ്യതയുള്ള ഇങ്ങനെയുള്ള അധികാരികളുടെ രേഖാമൂലമുള്ള അഭ്യർത്ഥന പ്രകാരം അവർ റിട്ടേൺ ആയിട്ടുള്ള ഒരു അതാണ് കോമ്പീറ്റന്റ് ആയിട്ടുള്ള യോഗ്യതയുള്ള അധികാരികളുടെ രേഖാമൂലമുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം ഈ മെമ്പേഴ്സ് ഓഫ് ആർമഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ആ സേനയിലുള്ള സായുധ സേനയിലുള്ള അംഗങ്ങളെ പരിശോധിക്കാനായിട്ട് അവിടെ ഒരു കൺസേൺ അവരുടെ ആവശ്യമായി വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ അവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അവരുടെ എന്താണ് ഡിപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ റിക്വസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള എഴുതി രേഖാമൂലമുള്ള അഭ്യർത്ഥന പ്രകാരമാണ് അവർ ചെയ്യേണ്ടത്. Then consent is not required from relative for conducting medico-legal postmortem. The consent is not required from relative for conducting medico-legal postmortem. Medico-legal postmortem നടത്തണമെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമായി വരുന്നില്ല. ഒരു മെഡിക്കോ-ലീഗൽ കേസ് ആണെങ്കിൽ നമുക്കത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ അതിനുള്ള എവിഡൻസും കാര്യങ്ങളും കിട്ടുള്ളൂ അല്ലെ? അതേസമയം അങ്ങനെ ഒരു സമ്മതമോ കാര്യങ്ങളോ അവിടെ വരുന്നില്ല. അതേസമയം നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളാണെങ്കിൽ അതിന് അവരുടെ സമ്മതങ്ങൾ വാങ്ങാറുണ്ട്. അതേസമയം മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടത്തിന് അവരുടെ റിലേറ്റീവ്സിന്റെ സമ്മതം അല്ലെങ്കിൽ കൺസേൺ ആവശ്യമായി വരുന്നില്ല, വാങ്ങാറുമില്ല. ഇത്രയും നമ്മുടെ കൺസേൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ആ പോയിന്റ്സ് എല്ലാം ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇവിടെ 17th വരെ പറഞ്ഞു അല്ലെ? 17th ആ കൺസേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ കൺസേൺ വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 18th പോയിന്റ് ആണ് നമ്മുടെ മെഡിക്കോ ലീഗലുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഒരു 2-3 പോയിന്റ് കൂടി പറയുന്നുണ്ട്. നോക്കിയേ 18ാമത്തെ, കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ or any other doctor dealing with a medico legal case must complete all the formalities before he is relieved from duty. It is mandatory on the part of the CMO to put the time of arrival of patients in the casualty register. അതായത് ഇപ്പോൾ ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ അല്ലെങ്കിൽ മറ്റേത് ഡോക്ടർ ആയിക്കോട്ടെ ഈ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി കൈകാര്യം ചെയ്യുന്ന ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടർ ആവാം, അല്ലെങ്കിൽ മറ്റേതൊരു ഡോക്ടറും must complete all the formalities before he is relieved from the duty. അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ചിരിക്കണം. ആൻഡ് ഇറ്റ് ഇസ് മാൻഡേറ്ററി, നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഓൺ ദ പാർട്ട് ഓഫ് ദ സിഎംഒയുടെ ഭാഗത്ത് നിന്നും ടു പുട്ട് ദ ടൈം ഓഫ് ദ അറൈവൽ ഓഫ് പേഷ്യൻസ് ഇൻ ദ കാഷ്വാലിറ്റി രജിസ്റ്റർ. ആ വരുന്ന പേഷ്യൻസിന്റെ സമയം അല്ലെ, ആ വരുന്ന സമയം ആ ഒരു പേഷ്യൻസ് അറിയുന്നത് ആ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം കൃത്യമായിട്ട് ആ ഒരു കാഷ്വാലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നുള്ളത് ആ സിഎംഒയുടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഓഫീസറോ അല്ലെങ്കിൽ മറ്റേതൊരു ഡോക്ടറും
ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ആ ഡ്യൂട്ടിയിൽ നിന്നും പോകുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ചിരിക്കണം. ഇനി CMOയുടെ നിർബന്ധമായിട്ടും CMO ചെയ്യേണ്ട കാര്യം എന്താ? CMOയുടെ ഭാഗത്തു നിന്നും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഒരു കാഷ്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസ് എപ്പോഴാണോ വന്നിരിക്കുന്നത് ആ വന്നിരിക്കുന്ന ആ ഒരു അറൈവൽ ടൈം കൃത്യമായിട്ട് ആ കാഷ്വാലിറ്റി രജിസ്റ്ററിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. Then 19ാമത് പറയുന്നേ the attending doctor put his legible signature, full name in capital letter and designation for future reference. അതായത് ഇപ്പൊ ഏത് ഡോക്ടറാണോ ഇവർ അറ്റൻഡ് ചെയ്തത്, ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആവുമ്പോൾ അവരെ തെളിവിനൊക്കെ വേണ്ടി വിളിക്കും അല്ലെ. ഇപ്പൊ അവരുടെ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങള് ഈ പറയുന്ന തെളിവ് കാര്യങ്ങൾ എവിഡൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ ചിലപ്പോൾ കോടതിയിലേക്കൊക്കെ വിളിക്കാം. അപ്പൊ അത് ഏത് ഡോക്ടറാണ് കൃത്യമായിട്ട് ഇവർ അറ്റൻഡ് ചെയ്ത ഡോക്ടർ കൃത്യമായിട്ട് നമുക്കത് പരാമർശിക്കണം. ഒരാളായിരിക്കുമല്ലോ മെയിൻ ആയിട്ട് അവര് നോക്കുന്നത്. അപ്പൊ ആ ഒരു ഡോക്ടർ അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ വ്യക്തമായിട്ടുള്ള ഒപ്പ്, അവരുടെ പേര്, ഫുൾ നെയിം, ക്യാപിറ്റൽ ലെറ്ററിൽ അവരുടെ പേര്, അതുപോലെ അവർ ഏത് പദവിയിൽ ഇരിക്കുന്നവരാണ് അല്ലെ, ഏത് ഡെസിഗ്നേഷൻ, അവർക്ക് ഇന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമല്ലോ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ഹോസ്പിറ്റലിൽ ഇന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവിടെ പരാമർശിക്കണം. പേരാണെങ്കിലും അവരുടെ പദവിയാണെങ്കിലും ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതിയിരിക്കണം. അതുപോലെ അവരുടെ വ്യക്തമായിട്ടുള്ള ഒപ്പും അതിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തിയിരിക്കണം. ആൻഡ് ഫ്യൂച്ചർ റെഫറൻസ്, ഭാവിയിൽ എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ നടത്തേണ്ടതായിട്ട് വന്നാൽ അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് പറയുന്നത് a copy of the MLC to be handed over to police taking its receipt. എന്താ ആ ഒരു കോപ്പി, അതായത് ഈ ഒരു MLC മെഡിക്കോ ലീഗൽ കേസിന്റെ ആ ഒരു ഷീറ്റിന്റെ കോപ്പി, ഇവരുടെ ആ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട ആ ഒരു റെക്കോർഡിന്റെ കോപ്പി ഒരെണ്ണം നമ്മൾ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യും, പോലീസിന് കൊടുക്കും. കാരണം അവർക്കും ഈ ഒരെണ്ണം ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് സൂക്ഷിക്കും. അതിനുശേഷം അതിന്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കുള്ളൂ, പോലീസിന് കൊടുക്കുകയും അവർക്ക് കൊടുത്താൽ മാത്രം കൊടുത്തെന്ന് പറയാൻ നമുക്ക് തെളിവ് വേണ്ടേ അല്ലെ, അതിനുവേണ്ടി അവരിൽ നിന്നൊരു റെസീപ്റ്റ് സ്വീകരിച്ചുകൊണ്ടാണ് പോലീസിന് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു റെസീപ്റ്റ് കയ്യിലുണ്ട്. അപ്പൊ പോലീസ് പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റെസീപ്റ്റ് എടുത്ത് കാണിക്കാമല്ലോ. ഓൾറെഡി ഒരു കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വെക്കുകയും അതിലൊരു കോപ്പി എന്ത് ചെയ്യുന്നു, പോലീസിന് കൈമാറുകയും റെസീപ്റ്റ് സ്വീകരിക്കുകയും ചെയ്യും. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോ MLC ഷുഡ് ബി ബാക്ക്ഡേറ്റഡ്, അതായത് ഒരു MLC നമുക്ക് പിന്നീട് എന്താണ് പഴയപടിയാക്കാനായിട്ട് പാടില്ല. അതായത് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് പഴയപടിയാക്കാൻ അല്ലെങ്കിൽ അതിൽ എന്താണ് മിസ്യൂസ് ചെയ്യാനോ കാര്യങ്ങളോ പാടില്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തൊരു കേസ് വന്നാലും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു എവിഡൻസ് കൂടിയാണ് ഈ ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അത്രയും വളരെ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും വളരെ ആക്യുറേറ്റ് ആയിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു ചാപ്റ്റർ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആ ഒരു മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞില്ലേ ഏതെങ്കിലും പോയിന്റ്സ് പറയണമെങ്കിലും പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു ചാപ്റ്റർ, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ്, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പെൻഡിങ് കിടക്കുന്നില്ലേ, സെക്കൻഡ് ചാപ്റ്റർ അല്ലേ ഇത്. ഓക്കെ, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് മിസ് അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ നിങ്ങൾക്ക് എടുക്കുന്നിരിക്കുന്നേ? സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? ഓക്കെ, എവിടെ വരെ കംപ്ലീറ്റ് ആയി സെക്കൻഡ് ചാപ്റ്ററില്? മോട്ടിവേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ മിസ്? വാഹിദ മാം അല്ലേ സ്റ്റാർട്ട് ചെയ്തേ മോട്ടിവേഷൻ? എവിടെ വരെയാ മോട്ടിവേഷൻ എടുത്ത് നിർത്തിയിരിക്കുന്നേ? എത്ര പോയിന്റ്സ് പറഞ്ഞായിരുന്നു മിസ്? അവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. എവിടെ വരെ പറഞ്ഞു നിർത്തിയിരിക്കുന്നേ? 5th പോയിന്റോ? 6th പോയിന്റോ? 6th പോയിന്റ് സ്റ്റാർട്ട് ചെയ്തോ? ഫിഫ്ത് പോയിന്റ് വരെ കംപ്ലീറ്റ് ആയി എന്നാണോ പറയുന്നത്?
Motivation is also a process of stimulating and channelizing an energy of an individual for achieving set goals. അവിടെ വരെ കംപ്ലീറ്റ് ആയി. ഇനി 6th എടുക്കണം. ഓക്കെ, അവിടെ വരെ ഇനി പറയേണ്ട കാര്യമുണ്ടോ? ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് 6th തുടങ്ങി സ്റ്റാർട്ട് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ നമ്മള് 6th തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ മിസ്. ഈ ഭാഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഭാഗമാണ് കേട്ടോ. മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് തിയറി കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഓൾറെഡി മോട്ടിവേഷൻ ഒക്കെ HRM പഠിച്ചിട്ടില്ലേ? HRM കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നോക്കിയേ 6th പോയിന്റ് ആണ്. Motivation also plays a crucial role in determining the level of performance. Highly motivated employees will get higher satisfaction, which may lead to higher efficiency. എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെ? അവരുടെ പ്രകടനത്തിന്റെ നിലവാരത്തെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? അവരുടെ പെർഫോമൻസ് ലെവൽ, അവരുടെ പ്രകടന നിലവാരം നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ, നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് നല്ലൊരു സംതൃപ്തി, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക അല്ലെ? അപ്പൊ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കില്ലേ? അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യും അല്ലെ? അപ്പൊ അവരുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയായിരിക്കും? വർദ്ധിക്കും ഇല്ലേ? അപ്പൊ അത് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, നേരിട്ട് ബന്ധമാണ്. അപ്പൊ ഈ ഒരു നല്ല മോട്ടിവേഷൻ കിട്ടുന്നതിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മോട്ടിവേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് പെർഫോമൻസ്. അവരുടെ പ്രകടന നിലവാരത്തെ നിർണയിക്കുന്നതിൽ മോട്ടിവേഷന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് അവർക്ക് നല്ല രീതിയിലുള്ള ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ്, നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ വിച്ച് മേ ലീഡ് ടു ഹൈയർ എഫിഷ്യൻസി, അവർ നല്ല കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുകയും ചെയ്യും അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ അപ്പൊ കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുന്നു, അവർ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് ലെവലും അതിനനുസരിച്ച് ഉയരും അല്ലെ? അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് കുറഞ്ഞിരുന്ന ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എന്തായി? മോട്ടിവേറ്റഡ് ആയപ്പോ അതിനനുസരിച്ച് ഉയരത്തിലേക്ക് എത്തി. മനസ്സിലായല്ലോ? പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി പറയണോ? അപ്പൊ ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നോക്കിയേ അടുത്തത്. മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡിഗ്രി may differ from individual to individual depending on his personality, needs, competence and other factors. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരാൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുന്നു. ഓരോരുത്തരും ആ മോട്ടിവേഷനെ ഫീൽ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അല്ലെ? നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ച്, നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ച്, നമ്മുടെ ആവശ്യകതകൾക്കനുസരിച്ച്, നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് മറ്റു ഘടകങ്ങളെ ബേസ് ചെയ്തു ഈ മോട്ടിവേഷൻ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് വ്യത്യസ്തമാകും അല്ലെ? ഇപ്പൊ എനിക്ക് കിട്ടേണ്ട, ഇപ്പൊ എന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് കിട്ടേണ്ട മോട്ടിവേഷൻ ആയിരിക്കില്ല അടുത്തൊരു വ്യക്തിക്ക് കിട്ടേണ്ടത് അല്ലെ? ഓരോരുത്തരുടെയും കൊടുക്കേണ്ട അല്ലെങ്കിൽ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ആ ഒരു മോട്ടിവേഷനും അതിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് വലിയ രീതിയിൽ ഒന്നും മോട്ടിവേറ്റഡ് ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ തന്നെ അവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല, അവർ നിരന്തരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ. അത് ഓരോ വ്യക്തിത്വത്തിനനുസരിച്ച്, അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ അവരുടെ വ്യത്യാസം വരാം, അവരുടെ നീഡിനനുസരിച്ച് വ്യത്യാസം വരാം, അവരുടെ കഴിവുകൾക്കനുസരിച്ച് അല്ലെ? അങ്ങനെ പല ഘടകങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ അതിൽ മോട്ടിവേഷനും അതിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പോയിന്റ് അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്, കാരണം നമ്മുടെ പോർഷൻസ് ഈ ഒരാഴ്ചയെ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എളുപ്പത്തിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിസ് പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സുകളോ പോയിന്റുകളോ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നോക്കി നെക്സ്റ്റ് വൺ. The process of motivation helps to manner in analyzing and understanding human behavior and finding out
how an individual can be inspired to produce desirable working behavior. അപ്പൊ ഈ ഒരു മോട്ടിവേഷൻ പ്രക്രിയയിലൂടെ നമുക്ക് എന്ത് സഹായകമാണ്? helps the manner in analyzing and understanding human behavior. അല്ലെ, മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു മോട്ടിവേഷനിലൂടെ സാധിക്കും അല്ലെ. അതുപോലെ ഫൈൻഡിങ് ഔട്ട് ഹൗ ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി ഇൻസ്പയർഡ്, എന്തൊക്കെ രീതിയിൽ മോട്ടിവേഷൻ കൊടുത്താലാണ് ഒരു വ്യക്തി അതിൽ ഇൻസ്പയർഡ് ആവും, പ്രചോദനം അവർക്ക് ലഭിക്കുക. അത് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു മോട്ടിവേഷൻ പ്രോസസ്സിലൂടെ അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെയുള്ള മോട്ടിവേഷൻ കൊടുത്താൽ ചിലപ്പോൾ അവർ ഇൻസ്പയർഡ് ആവില്ല, അല്ലെങ്കിൽ പ്രചോദനം അവർക്ക് കിട്ടില്ല. അപ്പൊ ഓരോ വ്യക്തികൾക്കും അവരുടെ ഹ്യൂമൻ ബിഹേവിയർ, അവരുടെ ഓരോ മനുഷ്യരുടെയും ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുത്താലാണ് അവരതിൽ ഇൻസ്പയർഡ് ആവുന്നത് അല്ലെങ്കിൽ പ്രചോദനം ഉൾക്കൊള്ളുന്നത്. ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ വർക്കിംഗ് ബിഹേവിയർ, നമുക്ക് അഭികാമ്യമായിട്ടുള്ള പ്രവർത്തനപരമായിട്ടുള്ള ഒരു പെരുമാറ്റം, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ, ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ നമ്മളെ ഇൻസ്പയർഡ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രചോദനം തന്നെ നമ്മളെ ഇൻസ്പയർഡ് ആക്കുന്ന രീതിയിലുള്ളൊരു മോട്ടിവേഷൻ തരണം. അതിലൂടെ ആ ഒരു എംപ്ലോയീസ് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കണം. അതിനല്ലേ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുന്നത് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും നമുക്കൊരു മോട്ടിവേഷൻ തരുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഹോസ്പിറ്റലിന് അഭികാമ്യമായ രീതിയിൽ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാനും പ്രവർത്തിക്കാനുമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസ് ഡിസൈറബിൾ ആയിട്ടുള്ള, നമുക്ക് അഭികാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വർക്കിംഗ് ബിഹേവിയർ ഈ ഒരു വ്യക്തി സൃഷ്ടിക്കണമെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുത്താൽ അവരതിൽ പ്രചോദനം ഉൾക്കൊള്ളും, അതിൽ മോട്ടിവേറ്റഡ് ആവും. അതിനനുസരിച്ച് അവരുടെ ഹ്യൂമൻ ബിഹേവിയർ അതിൽ മനസ്സിലാക്കണം അല്ലെ. അവരെങ്ങനെയുള്ള വ്യക്തിയാണ്, അവർക്ക് എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണുള്ളത്, അത് അവരുടെ ആവശ്യകതകൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ. അങ്ങനെ അവരുടെ ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻസ് കൊടുത്ത് അവരെ ഇൻസ്പയർഡ് ആക്കുകയും അതിലൂടെ നമുക്ക് നല്ല അഭികാമ്യമായിട്ടുള്ള പ്രവർത്തന പെരുമാറ്റം അവരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പോയിന്റ് മനസ്സിലായോ? ഓക്കെ. അടുത്ത പോയിന്റ്, മോട്ടിവേഷൻ മേ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് അല്ലെ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാം, നെഗറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാം. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇൻസെന്റീവ് കിട്ടും അല്ലെ. ഒരു ജോലിക്ക് പോകുമ്പോൾ പറയാറില്ലേ, നിങ്ങൾക്ക് അതിന്റെ കൂടെ ശമ്പളത്തിന് പുറമെ നിങ്ങൾക്ക് ഇൻസെന്റീവ് ഉണ്ട്, ബോണസ് ഉണ്ട്, ഇതൊക്കെ പറയാറില്ലേ അല്ലെ. അങ്ങനെയുള്ള റിവാർഡുകൾ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോ നല്ല പെർഫോമൻസ് ആണെങ്കിൽ അവർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ, നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ ആകുന്നത് അല്ലെ. അതേസമയം ഇതുപോലെ മറ്റു ബെനിഫിറ്റ്സും ഒക്കെ പോസിറ്റീവ് മോട്ടിവേഷനിൽ വരുന്നതാണ്. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇംപ്ലൈസ് സം പണിഷ്മെന്റ്. നമ്മൾ ചെയ്ത ജോലികളിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വന്നാൽ പണിഷ്മെന്റുകൾ തരുന്ന ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ആണ്. ഫിയർ, ഭയപ്പെടുത്തുക. അതുപോലെ യൂസ് ഓഫ് ഫോഴ്സ്, ബലപ്രയോഗം ചെയ്യുക. ഇതൊക്കെ എന്ത് മോട്ടിവേഷൻ ആണ്? നെഗറ്റീവ് മോട്ടിവേഷൻ വരുന്നത്. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്. ഇതിൽ പോസിറ്റീവിന് വരുന്നത് ഇൻസെന്റീവ്, റിവാർഡുകൾ, മറ്റ് ബെനിഫിറ്റ്സ് കാര്യങ്ങളാണ്. നെഗറ്റീവ് മോട്ടിവേഷനിൽ വരുന്നത് പണിഷ്മെന്റുകൾ, ഫിയർ, യൂസ് ഓഫ് ഫോഴ്സ്, ബലപ്രയോഗം അല്ലെങ്കിൽ ഭയപ്പെടുത്തുക. ഇതൊക്കെയാണ്. ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ് പറയുന്നത് the process of motivation contribute to and boost up the morale of the employees. ഈ ഒരു മോട്ടിവേഷനിലൂടെ അവിടുത്തെ എംപ്ലോയീസിന്റെ മൊറൽ എന്ന് പറയുന്നത് മനോവീര്യം അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ അവിടുത്തെ ജീവനക്കാർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്താൽ അത് എന്തിനുള്ള സംഭാവനയാണ്, അല്ലെങ്കിൽ അതെന്താണ് വർദ്ധിപ്പിക്കുന്നത്? അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും ആ മനോവീര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായകമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു ജോലി ചെയ്യാണ്, ഇപ്പൊ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തു, അത് അവര് മനസ്സിലാക്കി നമുക്കൊരു അവാർഡ് തരാണ്.
ഇല്ല, അതായത് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ഒക്കെ കൊടുക്കാറില്ലേ ഇപ്പൊ കമ്പനികളിലൊക്കെ ഇല്ലേ? ഒരു മാസത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെയാവാം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെയാവാം. അപ്പൊ അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അത് അവർക്കൊരു കോൺഫിഡൻസ് അല്ലേ കൊടുക്കുന്നത്, അല്ലെ? ഒരു ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൊറയിൽ, അതായത് അവരുടെ മനോവീര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല മോട്ടിവേഷൻ പ്രക്രിയകളിലൂടെ സാധിക്കുന്നുണ്ട്. Then at a high degree of motivation may lead to high morale. ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു മനോവീര്യവും അതിനനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഇതിലേതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ മിസ്? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സവിശേഷതകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മോട്ടിവേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഇതൊരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്, അല്ലെ? ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഇൻസ്പിറേഷൻ കൊടുത്തു. അതായത് ഇപ്പൊ ഒരു കമ്പനി നോക്ക്, നിങ്ങൾ ഒരു അവാർഡ് ഒരു പ്രാവശ്യം ഒരാൾക്ക് കൊടുത്തു, അപ്പൊ അതിനൊരാൾക്ക് കിട്ടി, അവാർഡ് കൊടുത്തു. അടുത്ത പ്രാവശ്യം നമ്മൾ അതേ പ്രൊസീജിയർ ചെയ്യണ്ടേ, അല്ലെ? എന്നാലല്ലേ മറ്റുള്ള ആളുകൾക്ക് കൂടി അതൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം കൊടുത്തു, അതവിടെ നിർത്തി, അത് കഴിഞ്ഞ പിന്നെ അതിന്റെ എഫക്റ്റ് ഉണ്ടോ? ഇല്ല. അതേസമയം തുടർച്ച ഇത് കിട്ടുമെന്ന് അറിയുമ്പോഴാണ് മറ്റുള്ള ആളുകളും എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടണം, എനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും, അല്ലെ? അപ്പൊ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മോട്ടിവേഷൻ. ഒരിക്കലും ഒറ്റ പ്രവർത്തനമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. രണ്ടാമത്തത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇസ് ആൻ ഇന്റേണൽ ഫീലിംഗ് ആൻഡ് ഫോഴ്സസ് എ പേഴ്സൺ ടു ആക്ഷൻ. ഇതൊരു ആന്തരികമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, അല്ലെ? ഇപ്പൊ മോട്ടിവേഷൻ കിട്ടാൻ നമുക്ക് പുറമേ എന്തെങ്കിലും കിട്ടുന്നതാണോ? അല്ല. നമ്മളോട് ഒരാൾ നീ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നീ നല്ല ബെസ്റ്റ് ആയിട്ട് ഈ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവല്ലേ ചെയ്യുന്നത്, അല്ലെ? ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ആന്തരികമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുമ്പോൾ ആ പേഴ്സൺ എന്ത് ചെയ്യുന്നു? ഫോഴ്സസ് എ പേഴ്സൺ ടു ആക്ഷൻ. ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? പ്രവർത്തനത്തിലേക്ക് അത് പ്രേരിപ്പിക്കുന്നു, അല്ലെ? നന്നായിട്ട്. അപ്പൊ നമ്മളോട് അങ്ങനെ ഒരു നല്ല വർത്താനം അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവുകയും ആ ഒരു ഫീലിംഗിന്റെ പുറത്ത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലേ വരുന്നത്? നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ടൈം ടു ടൈം, അല്ലെ? ടൈം ടു ടൈം അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം. എനിക്ക് കിട്ടേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻ ആയിരിക്കില്ല അടുത്തൊരു വ്യക്തിക്ക് കിട്ടേണ്ടത്. അത് ഓരോ വ്യക്തികളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് കിട്ടേണ്ട മോട്ടിവേഷന്റെ രീതിയിലും അളവിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതൊരു ഇന്റർണൽ ഫീലിംഗ് ആണ്. ആ ഒരു ആന്തരികമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് വരുമ്പോൾ അത് എന്തിനെ പ്രേരിപ്പിക്കുന്നു? ആ ഒരു വ്യക്തിയെ പ്രവർത്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇതൊരു പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇത് ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കോ ടൈം ടു ടൈമോ വ്യത്യാസപ്പെട്ടിരിക്കാം. ക്ലിയർ ആണോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? ഓക്കെ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ പ്രാധാന്യം നോക്കിയേ. മോട്ടിവേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മാനേജിംഗ് processes. A group of skilled and driven employees is essential for accomplishing an organization goals. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂഷ്യൽ റോൾ ഇൻ മാനേജിംഗ് പ്രോസസ്സസ്. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ, അല്ലെ? ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് പ്രക്രിയ നിങ്ങളൊന്ന് നോക്കിയേ. ഒരു മാനേജിംഗ് പ്രക്രിയയാകുമ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഇല്ലേ? ഈ പറയുന്ന എല്ലാ എംപ്ലോയീസിനും നമ്മൾ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കണ്ടേ?
കൊടുക്കണം. എന്നാലല്ലേ ഇവര് നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു മാനേജിങ് പ്രോസസ്സിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ മോട്ടിവേഷൻ തന്നെയാണ് അല്ലെ. എ ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് ആൻഡ് ഡ്രിവൺ എംപ്ലോയീസ്, അതായത് നല്ല കഴിവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, നല്ല പ്രചോദനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് ഈസ് എസെൻഷ്യൽ. ഇതിന് അനിവാര്യമാണ് ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷൻ ഗോൾ. ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഗോള് അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടെ ആരനിവാര്യമാണെന്നാണ് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള നല്ല പ്രചോദനം ലഭിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വളരെ അനിവാര്യമാണ്. Is only through the motivation process. ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഗോൾസ് ഒക്കെ നമ്മൾ ആഗ്രഹിച്ച ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അത് എന്തിലൂടെ മാത്രമാണ് സാധിക്കുക? മോട്ടിവേഷൻ പ്രക്രിയയിലൂടെ മാത്രമാണ് നമുക്കത് സാധിക്കുക. കോൺട്രിബ്യൂട്ട് മാക്സിമം ടു അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നല്ല രീതിയിൽ മോട്ടിവേഷൻ അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും നമ്മൾ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്യാൻ ശ്രമിക്കുകയും അതിലൂടെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ക്ലിയർ ആണോ? ഒരു മാനേജിംഗ് പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്ന പ്രക്രിയയിലൂടെയാണ് അവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുക്കുകയും അതിലൂടെ ആ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, ഇതാണ് വരുന്ന പോയിന്റ്സ് നോക്കി. ഒന്നാമത്തത്, highly motivated employees make optimum use of available resources for achieving objectives. ഇനി പറയുന്ന ഓരോ സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മോട്ടിവേഷൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പ്രാധാന്യം എന്തൊക്കെയാണ്? അതാണ് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, ഉയർന്ന നിലവാരത്തിലുള്ള പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? മേക്ക് ഒപ്റ്റിമം യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും അല്ലെ. അതാണ് ഒന്നാമത്തെ പറയുന്നത്. ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, നല്ല ഉയർന്ന നിലവാരത്തിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? അവിടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പരമാവധി എല്ലാ വിഭവങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. രണ്ടാമത്തത്, മോട്ടിവേഷൻ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ലെവൽ ഓഫ് എഫിഷ്യൻസി. മോട്ടിവേഷൻ നേരിട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടുത്തെ ലെവൽ ഓഫ് എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അടുത്ത പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടി ക്ലിയർ ആവും. നോക്കി, ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് മേക്ക് ഫുൾ യൂസ് ഓഫ് ദെയർ എനർജി ആൻഡ് അതർ എബിലിറ്റീസ് to raise the existing level of efficiency. അതായത് ഹൈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരെന്ത് ചെയ്യും? അവരുടെ ഫുൾ എനർജിയും അതുപോലെ ഫുൾ എബിലിറ്റി, അവരുടെ പൂർണ്ണമായിട്ടുള്ള എനർജിയും അവരുടെ കഴിവുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അവരുടെ ലക്ഷ്യം എന്താണോ നേടിയെടുക്കാനുള്ളത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവരവർ ഫുൾ എനർജി ഉപയോഗിക്കുന്നു, ഫുൾ ആയിട്ടുള്ള അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. അത് ടു റൈസ് ദ എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യും? അവരുടെ പൂർണ്ണമായിട്ടുള്ള എനർജിയും കഴിവുകളും ഉപയോഗിക്കുന്നു. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് എഫിഷ്യൻസി, അതായത് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സമയത്ത് അവരുടെ കാര്യക്ഷമതയും അതുപോലെ മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്ത് അവരുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. മോട്ടിവേറ്റഡ് അല്ലാത്ത സമയത്ത് അവരെങ്ങനെയാ? അവർ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ കാര്യക്ഷമതയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. അതേസമയം നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആകുകയാണെങ്കിൽ അവർ അതിനനുസരിച്ച് എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കും. അവരുടെ മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് അവരുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി എങ്ങനെയാണ്? വർദ്ധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോട്ടിവേഷൻ ഇതുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ലെവൽ ഓഫ് എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമതയുമായിട്ട് മോട്ടിവേഷൻ നേരിട്ട് ബന്ധം പുലർത്തുന്നു. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്. ഓക്കെ,
ഇനി highly motivated would make a goal a directed efforts. ഇപ്പൊ എപ്പോഴും അറിയാം നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ എംപ്ലോയീസ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, ഒരു ഗോൾ ഡയറക്റ്റഡ് എഫേർട്ട് ആയിരിക്കും അല്ലെ. അവരുടെ ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കും പ്രവർത്തിക്കുക. അവരുടെ ലക്ഷ്യം ആ സ്ഥാപനത്തിന്റെ എല്ലാ ഒബ്ജക്റ്റീവും നേടിയെടുക്കണം എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കും അവര് പ്രവർത്തിക്കുക. They are more committed. അവർ കുറച്ചുകൂടി എങ്ങനെയായിരിക്കും ആ ഒരു സ്ഥാപനത്തിനോട് സത്യസന്ധത പുലർത്തുന്നവര്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവര്, അത് കോപ്പറേറ്റീവ് ആയിരിക്കും. കുറച്ചുകൂടി നല്ല രീതിയിൽ സഹകരണത്തോടുകൂടി അവരുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ വളരെ പ്രതിബദ്ധതയോടുകൂടി കമ്മിറ്റഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ബാധ്യസ്ഥത എനിക്കാണ് അത് ലക്ഷ്യം നേടിയെടുക്കേണ്ടത് എന്നൊരു ചിന്താഗതിയോടെ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. Then highly motivated employees are more loyal and sincere and want to remain with the organization for a long period of time. ഒരു നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. അപ്പൊ നല്ല മോട്ടിവേഷൻ അവർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിനോട് അവർ എങ്ങനെയായിരിക്കും, മോർ ലോയൽ ആൻഡ് സിൻസിയർ ആയിരിക്കും അല്ലെ. അവർ കുറച്ചുകൂടി വിശ്വസ്തതയുള്ളവരായിരിക്കും, ആത്മാർത്ഥതയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ want to remain in the organization for a longer period of time. ഒരു ദീർഘകാലം ആ ഒരു സ്ഥാപനത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെ. കാരണം അവരുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ അവരുടെ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെ. ആ എംപ്ലോയർ അവർക്ക് നല്ല മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്, അതുമനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് പോവേണ്ട കാര്യമില്ല. അവർ ആ ഒരു സ്ഥാപനത്തോട് നല്ല വിശ്വസ്തതയും ആത്മാർത്ഥതയും കാണിക്കുകയും ഒരുപാട് നാള് അവിടെ തന്നെ തുടരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. These factors help reduce the absenteeism and labor turnover. ഇങ്ങനെ നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാവുമ്പോൾ അവിടെ ആബ്സെന്റിസം, ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കുറെ ലീവ് എടുക്കും അല്ലെ. സ്കൂളിൽ പോകുമ്പോൾ ഇഷ്ടമില്ലാത്ത ക്ലാസ് ആണെങ്കിൽ നമ്മൾ ലീവ് എടുക്കാറില്ലേ. അതുപോലെ ഇവിടെ അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണോ അവർക്കിപ്പോ? അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഹാജർ നിലവാരം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവര് ആബ്സെന്റ് ആവുന്നത് കൂടുമോ? കുറയും അല്ലെ. അധിക ദിവസം അവര് ലീവ് എടുക്കാതിരിക്കും അല്ലെ. അതുപോലെ ലേബർ ടേൺ ഓവർ, ഒത്തിരി ജോലിക്കാർ പിരിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ പറ്റും നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെ. അപ്പൊ അതേസമയം ആ സ്ഥാപനം നല്ല രീതിയിൽ സർവീസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മോട്ടിവേഷൻ ഒന്നും കൊടുക്കുന്നില്ല, സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ഒരുപാട് പേര് അവർക്ക് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. Then അടുത്തതായിട്ട് പറയുന്നത് മോട്ടിവേഷൻ ഈസ് കൺസിഡർഡ് ആസ് എ ബാക്ക് ബോൺ ഓഫ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നല്ലൊരു വ്യാവസായിക ബന്ധം, ഇപ്പൊ ഒരു എംപ്ലോയിയും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടൽ എന്ന് പറയുന്നത് മോട്ടിവേഷനിലൂടെയാണ് അല്ലെ. ആ എംപ്ലോയർ നല്ല മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നു, ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും അത് സഹായിക്കുന്നുണ്ട് അല്ലെ. Then effectively motivated employees get more job satisfaction and carry high morale. അതായത് വളരെ കാര്യക്ഷമമായിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവർക്ക് ആ ഒരു ജോലിയോട് എന്ത് ചെയ്യുന്നു, കൂടുതൽ സംതൃപ്തി തോന്നുന്നു അല്ലെ. ആൻഡ് ക്യാരി ഹൈ മൊറൽ, അതുപോലെ തന്നെ അവർക്ക് ഉയർന്ന രീതിയിലുള്ളൊരു മനോവീര്യവും കോൺഫിഡൻസും ഒക്കെ നല്ല മോട്ടിവേഷനിലൂടെ ലഭ്യമാകുന്നുണ്ട്. Then motivation also help in improving the image of the organization. ആ ഒരു ഓർഗനൈസേഷന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ, ആളുകളുടെ ഇടയിൽ ആ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ പ്രക്രിയയുടെ സഹായകമാണ്. ക്ലിയർ ആണോ ഇത്രയും പോയിന്റ്സ്? ഏതെങ്കിലും മിസ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ. Then അടുത്തതായിട്ട് പറയുന്നത് the motivation framework serves as an effective foundation for comprehending how individuals select particular behaviors. അതായത് മോട്ടിവേഷന്റെ ആ ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ചട്ടക്കൂടുകളിലൂടെ നമുക്കൊരു effective foundation for comprehending how individuals select particular behaviors. ഓരോ ഇൻഡിവിജ്വലും ഒരു പർട്ടിക്കുലർ ബിഹേവിയർ തിരഞ്ഞെടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു എഫക്റ്റീവ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് താഴെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. നോക്കിയേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. The motivation process starts with needs.
that individual recognize on their own. അതായത് മോട്ടിവേഷൻ പ്രക്രിയ ശരിക്കും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു വ്യക്തി അവരുടെ സ്വന്തമായിട്ട് അവരുടെ ആവശ്യകതകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഇടത്ത് നിന്നുമാണ് മോട്ടിവേഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഫോർ ഇൻസ്റ്റൻസ് എ വർക്കർ ഫീൽസ് ദാറ്റ് ഹി ഈസ് അണ്ടർപെയ്ഡ്. ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വ്യക്തിക്ക്, ഒരു ജോലിക്കാരന് തോന്നുകയാണ്, ഒരു വർക്കറിന് തോന്നുകയാണ് അവർക്ക് അധികം സാലറി ഒന്നും കിട്ടുന്നില്ല, എനിക്ക് അണ്ടർ പെയ്ഡ് ആണ്, അതായത് എനിക്ക് കുറവ് ശമ്പളമാണോ കിട്ടുന്നത് എന്നൊരു തോന്നല് വരും അല്ലെ? അങ്ങനെ തോന്നാം, സ്വാഭാവികമാണ് അല്ലെ? ദിസ് ഡെഫിഷ്യൻസി ബിക്കം എ നീഡ്. ഈ പറയുന്ന കുറവ് പിന്നീട് അവരുടെ ആവശ്യമായി മാറുകയാണ്. എന്താണ് അപ്പൊ അവരുടെ ആവശ്യം? അവരുടെ ശമ്പളം കൂട്ടുക, അതല്ലേ അവരുടെ ആവശ്യമായിട്ട് മാറുന്നത് അല്ലെ? നീഡായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഈ ഒരു കുറവ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യം, നീഡായിട്ട് മാറുന്നു. അപ്പൊ ഈ നീഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആവശ്യം അവർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സംതൃപ്തി, ആ ഒരു ആവശ്യം അവർക്ക് സംതൃപ്തി കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നിറവേറ്റി എടുക്കണമെങ്കിൽ അവർ അതിനു വേണ്ടി എന്ത് ചെയ്യും? ബൈ ആസ്കിംഗ് ഫോർ റൈസ്, ശമ്പള വർധനവ് ആവശ്യപ്പെടാം അല്ലെ? സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അല്ലെ? നമുക്ക് ശമ്പളം കുറവാണെങ്കിൽ നമ്മൾ ശമ്പള വർധനവ് ആവശ്യപ്പെടാറുണ്ട് അല്ലെ? ബൈ വർക്കിംഗ് ഹാർഡർ ടു ഏൺ എ റൈസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, നമുക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് അല്ലെ? അല്ലെങ്കിലോ ബൈ സീക്കിംഗ് എ ന്യൂ ജോബ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ജോലി നോക്കും. ഈ 3 ഓപ്ഷൻസ് ഒക്കെയാണ് ഒരു സാധാരണമായിട്ട് ഒരു വ്യക്തി അവരുടെ ആ ഒരു നീഡ് അല്ലെങ്കിൽ ആ ഒരു ആവശ്യകത വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ, സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ 3 ഓപ്ഷൻസിലൂടെ ആയിരിക്കും. അപ്പോ once he chooses to pursue one or more these options, അപ്പൊ ഒരു വ്യക്തി ഇതിൽ 1ഓ 2ഓ ഓപ്ഷൻസ് അവർ പിന്തുടരും. അതായത് അവർക്ക് ശമ്പളം വർദ്ധിക്കണം, അത് അവരുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ അവർ ജോലി ചെയ്യുന്നു. അവർ ജോലി ചെയ്ത് വർക്ക് നന്നായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എംപ്ലോയർ എന്ത് ചെയ്യാം? സാലറി കൂട്ടി കൊടുക്കാം അല്ലെ? അതൊന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യും? ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്, ഒരു പുതിയ ജോലി നോക്കാം അല്ലെ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അല്ലെ? ഹി ഇവാലുവേറ്റ്സ് ഹിസ് സക്സസ്, അവർ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ അവരുടെ വിജയം വിലയിരുത്താണ് ചെയ്യുന്നത്. അപ്പൊ അവർ നല്ല രീതിയിൽ ഇനിയിപ്പോ ഇങ്ങനെ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതോടൊപ്പം അവർ വേറൊരു ജോലി നോക്കുന്നുണ്ട്. ഇനി ഇഫ് ഹിസ് ഹാർഡ് വർക്ക്, അവർ ആ ഹാർഡ് വർക്ക് ചെയ്തതിന് അവർക്കൊരു റിസൾട്ട് കിട്ടി, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സാലറി ആ പറയുന്ന എംപ്ലോയർ കൊടുത്തു, ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവരുടെ നീഡ് എന്തായി? സാറ്റിസ്ഫൈഡ് ആയോ? അവരുടെ ആവശ്യകത എന്തായി? സാറ്റിസ്ഫൈഡ് ആയോ? അവർക്ക് സംതൃപ്തി ആയില്ലേ? കാരണം അവരുടെ ആവശ്യം അവിടെ നിറവേറ്റിയിരിക്കുന്നു അല്ലെ? അപ്പൊ അവർ സാറ്റിസ്ഫൈഡ് ആയി. വിൽ കണ്ടിന്യൂ ടു വർക്ക് ഹാർഡ്, അവർ പിന്നെയും അതേ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യില്ലേ? ചെയ്യോ? ഹാർഡ് വർക്ക് ചെയ്യോ? കാരണം അവർക്ക് മനസ്സിലായി ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്ക് ശമ്പളം കൂട്ടിക്കിട്ടുന്നുണ്ട്. അപ്പൊ അവർ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യും, പിന്നെയും ഹാർഡായിട്ട് വർക്ക് ചെയ്യും. അതിനനുസരിച്ച് അവർക്ക് എംപ്ലോയർ എന്ത് ചെയ്യുന്നു? ശമ്പളം വർദ്ധിപ്പിച്ചു നൽകുന്നു. ബട്ട് ഇഫ് നോ റൈസ് ഹാസ് ബീൻ പ്രൊവൈഡഡ്, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു, ഇനി അവര് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ has been provided, he is likely to try another option. അവർ മറ്റൊരു ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ? വേറൊരു ജോലി തിരഞ്ഞെടുത്ത് അതിലേക്ക് പോകും അല്ലെ? ആണല്ലോ, 2 ഓപ്ഷനിൽ ഒരെണ്ണം ഓൾറെഡി പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ, പുതിയ ജോബിലേക്ക് പോകും. സിൻസ് പീപ്പിൾ ഹാവ് മെനി ഡിഫറെന്റ് നീഡ്സ് അല്ലെ? ഓരോ വ്യക്തികൾക്കും പല പല ആവശ്യങ്ങളുണ്ട് ഉണ്ടല്ലോ. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺ നീഡ് ഓർ set of needs is likely to give rise to the identification of other needs. അതായത് ഇപ്പൊ നമുക്കൊരു നീഡ് ഉണ്ട്, അപ്പൊ അവർക്കൊരു നീഡ് എന്തായിരിക്കും? അയാളുടെ നീഡ് എന്തായിരുന്നു? നമുക്ക് ജോലി വർധനവ്, ശമ്പള വർധനവ് കിട്ടാം. ആ ഒരു നീഡ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആവശ്യകതകൾ സംതൃപ്തിപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ആവശ്യം അവിടെ എന്ത് ചെയ്യുന്നു? എന്താണ്? ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക അല്ലെ? നമുക്ക് അങ്ങനെയല്ലേ? ഒരുപാട് ആവശ്യം ഉണ്ടാവും, അതിൽ ഓരോ ആവശ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത ആവശ്യം എന്ത് ചെയ്യും? പൊന്തി വരും അല്ലെ? നമുക്ക് ഒരിക്കലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു നീഡ് ഇല്ലാത്ത സമയമുണ്ടോ? ഇല്ല. നമുക്ക് എപ്പോഴും നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു കൂട്ടം ആവശ്യങ്ങൾ അവിടെ പൂർത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്തുമ്പോൾ അടുത്ത ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്തു വരുന്നു അല്ലെങ്കിൽ ഉയർന്നു വരുന്നു. Thus the cycle of motivation is being constantly repeated. അതുകൊണ്ട് തന്നെ ആ മോട്ടിവേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്
ഇത് കോൺസ്റ്റന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ആവശ്യങ്ങൾ നീഡുകൾ പൊന്തി വരികയാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ലെവലിൽ ആ ഒരു സൈക്കിൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആവശ്യകതകൾ നീഡിലും വ്യത്യാസങ്ങൾ വരാം. പക്ഷെ മോട്ടിവേഷൻ കൊടുക്കേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കൊടുക്കേണ്ടതിരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? മിസ് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളിത് വായിച്ചു കഴിഞ്ഞിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. നോക്കിയേ, അടുത്തൊരു പോയിന്റിൽ പറയുന്നത് ഹ്യൂമൻ മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നല്ല മോട്ടിവേഷൻ കിട്ടിയാൽ അവരെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എംപ്ലോയീസിന് കീഴിൽ അതിന് വേണ്ടിയിട്ട് പല റിസർച്ചുകൾ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇപ്പോ ആരാണ് ആ ഒരു അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, ആ ഒരു റിസർച്ചിലൂടെ പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിൽ നമുക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്താൽ അവര് അതിനോട് പ്രതികരിക്കും അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആവും. അതിനനുസരിച്ച് ഓരോ വ്യക്തികൾക്കും അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്തമായ മോട്ടിവേഷൻസ് കൊടുക്കണം അല്ലെ. വ്യത്യസ്ത അളവിൽ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതെന്തൊക്കെയാണ്? അതിനു വേണ്ടി മാനേജേഴ്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയന്റിസ്റ്റുകൾ ആയിക്കോട്ടെ, ബിഹേവിയറിസ്റ്റുകൾ ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റുകൾ ആയിക്കോട്ടെ, ഒരുപാട് വിപുലമായിട്ടുള്ള റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. ഈ റിസർച്ചുകളെല്ലാം രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് ഒരുപാട് തിയറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കുറച്ച് തിയറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇത് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ് കേട്ടോ. അപ്പൊ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറിയും ഇവര് രൂപപ്പെടുത്തുകയുണ്ടായി. ഇതൊക്കെ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി കാര്യങ്ങളല്ല. പക്ഷെ ഇവര് ഓരോരുത്തരും അവരുടെ കണ്ടെത്തലുകളിലൂടെ അവരുടെ റിസർച്ചുകളിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതിനനുസരിച്ച് ഓരോ തിയറീസും അവര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതില് നമുക്കിവിടെ പഠിക്കാനുള്ളത് അണ്ടർലൈനിങ് ദീസ് തിയറീസ് അസിസ്റ്റ് മാനേജേഴ്സ് ടു ഗെറ്റ് എ ബെറ്റർ ഇൻസൈറ്റ് ഇൻടു ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ ഈ പറയുന്ന തിയറികളിലൂടെയൊക്കെ ആ ഓരോ സ്ഥാപനത്തിന്റെ മാനേജേഴ്സിനെ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം ഓരോ ഹ്യൂമൻ ബിഹേവിയേഴ്സും എങ്ങനെയാണ്, മനുഷ്യരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്, അതിനനുസരിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച അവർക്ക് കിട്ടണം. എന്നാൽ മാത്രമല്ലേ ഓരോ വ്യക്തികളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവരുടെ ആവശ്യകതകൾ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഓരോ വ്യക്തികളുടെയും നീഡ്സിനനുസരിച്ചുള്ള മോട്ടിവേഷൻ കൊടുക്കാനും ഈ തിയറികളിലൂടെ ആ മാനേജേഴ്സിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് എംപ്ലോയർക്കൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നീഡ് ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പല മോട്ടിവേഷൻ തിയറീസും പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ എല്ലാ തിയറീസും എന്തിനടിസ്ഥാനമാക്കി അവരുടെ ആവശ്യകത അവരുടെ നീഡ് എന്താണ്, ആ നീഡിനനുസരിച്ച്. നീഡ് എന്താണെന്ന് മനസ്സിലായോ? മിസ് പറഞ്ഞ നീഡ് എന്താണെന്ന് മനസ്സിലായിരുന്നോ? അതായത് ശമ്പളം വർദ്ധിപ്പിക്കുക. ഓരോ സമയത്തും ഓരോ നീഡാണ്. അവർക്ക് അന്നേരം തോന്നിയത് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ള നീഡായിരുന്നു. ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ നീഡ് അടുത്തത് എന്താവാം, പ്രൊമോഷൻ ആവാം അല്ലെ. അങ്ങനെ ഓരോ നീഡിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ നീഡിനനുസരിച്ച് അവർക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് അവരെ ഒരു സർട്ടൻ ബിഹേവിയർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ പെരുമാറണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോരുത്തരുടെയും നീഡുകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് തിയറീസിലോട്ട് പറയുന്നത്. തിയറിയൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ സോളി മാം ആയിരിക്കും ആളായിരിക്കും മാത്സിലോ തുടങ്ങി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നാളെ വരുമ്പോൾ മിസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതൽ മിസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മിസ് വായിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിസ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നാളെ ഒരു ദിവസം കൂടി മിസ്സിന് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ നാളെ വരുമ്പോൾ തന്നെ എന്തായാലും ചോദിക്കണം കേട്ടോ, വായിച്ച് മനസ്സിലാക്കിയിട്ട് കേട്ടോ. Okay, thank you.